ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് ഫഹദ് ഫാസിൽ നായകനായ ആവേശം. ചിത്രത്തിലെ ഫഹദിൻ്റെ കഥാപാത്രവും ഗാനങ്ങളുമെല്ലാം തരംഗമായി മാറി. രംഗണ്ണനും നിഴൽ പോലെ ഒപ്പമുള്ള വിനീത വിധേയൻ അമ്പാനും മറ്റ് കഥാപാത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആവേശത്തിൻ്റെ വിജയം കേരളത്തിലെ ഗുണ്ടാ ഗ്രൂപ്പുകളെയും ആവേശത്തിലാക്കിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആവേശം മാതൃകയിൽ ഗുണ്ടാ നേതാക്കൾ പാർട്ടികൾ നടത്തുന്നു, ആടിപ്പാടുന്നു. അതോടെ പോലീസിനും തലവേദനയായി മാറുകയാണ്. ഗുണ്ടാ പാർട്ടികൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് വൈറലാകാനും ഗുണ്ടാ സംഘങ്ങൾ മത്സരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് സമീപകാലത്തുണ്ടായത്. ഒരു ഡിവൈഎസ്പി ഗുണ്ടാ പാർട്ടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് വലിയ വാർത്തയായിരുന്നു. വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു പോലീസ് ഓഫീസറുടെ സൽക്കാര സ്വീകരണം. തൃശ്ശൂരിൽ ആവേശ പാർട്ടി നടത്താനുള്ള ഗുണ്ടാ സംഘത്തിൻ്റെ ശ്രമം പോലീസ് പൊളിച്ചു. അതിൻ്റെ പ്രതികാരം ഗുണ്ടാ നേതാവ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ ബോംബിട്ട് തകർക്കുമെന്ന് ഭീഷണി മുഴക്കുകയാണ്. കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഗുണ്ടകളുടെ ശ്രമവും അടുത്തിടെ പൊളിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് അടുത്ത കാലത്തുണ്ടായത്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നതായും കണക്കുകൾ പറയുന്നുണ്ട്. ഗുണ്ടകളെ പൂട്ടാൻ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിനിടെ ഗുണ്ടാ പോലീസ് കൂട്ടുകെട്ടിൻ്റെ വാർത്തകളും പുറത്തു വരുന്നു. ആവേശ പാർട്ടികൾക്ക് നേരെ പോലീസ് കണ്ണടയ്ക്കുന്നതായും പരാതികൾ ഉയരുന്നുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു ആലപ്പുഴയിൽ സംഭവിച്ചത്. 3 പോലീസുകാർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരും വഴിയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബു അങ്കമാലിയിലെ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ എന്ന MJ ഫൈസലിൻ്റെ വീട്ടിലെത്തി സർക്കാരത്തിൽ പങ്കെടുത്തത്. ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായി ഗുണ്ടകൾക്ക് മേൽ നിരീക്ഷണം ശക്തമാക്കിയ പോലീസിന് ഫൈസലിൻ്റെ വീട്ടിൽ ഏതൊക്കെയോ അതിഥികൾ വന്നിട്ടുള്ളതായി വിവരം കിട്ടി. വൈകാതെ അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഫൈസലിൻ്റെ വീട്ടിലെത്തി. പോലീസ് എത്തുമ്പോൾ ഫൈസലിൻ്റെ സൽക്കാരം സ്വീകരിക്കുകയായിരുന്നു സാബുവും കൂട്ടരും. പോലീസിന് ഏറെ ചിത്തപ്പരുണ്ടാക്കിയ സംഭവമാണിത്. ഗുണ്ടാ നേതാവായ തീക്കാറ്റ് സാജൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ആവേശം മാതൃകയിൽ തേക്കിൻകാട് മൈതാനത്ത് ഗുണ്ടകൾ ഒത്തുകൂടി. നിരവധി പേരാണ് ആഘോഷം കളറാക്കാൻ എത്തിയത്. ഇവരിൽ 16 പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. നഗരമധ്യത്തിൽ പിറന്നാൾ പാർട്ടി ആഘോഷിക്കുന്നു, റീൽ തയ്യാറാക്കി ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നു, വൈറലാകുന്നു. ഇതായിരുന്നു ഗുണ്ടാ നേതാവിൻ്റെ ഉദ്ദേശം. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് പാർട്ടിയെ പൊളിച്ചടുക്കി. ഇതോടെ ഗുണ്ടാ നേതാവ് തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കി. തുടർന്ന് 7 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 2022 കാപ്പ ചുമത്തപ്പെട്ടയാളാണ് തീക്കാറ്റ് സാജൻ. സംഭവത്തിന് ശേഷം ഗുണ്ടാ നേതാവ് ഒളിവിലാണ്. ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ആവേശ മോഡൽ പാർട്ടി ഒരുക്കിയായിരുന്നു ഗുണ്ടകൾ ആഘോഷിച്ചത്. ആവേശ മാതൃകയിൽ ആഘോഷത്തിൻ്റെ റീലും പുറത്തു വന്നു. കൊലപാതകമടക്കമുള്ള കേസുകളിൽ പ്രതിയായ 60ഓളം പേരാണ് ഈ പാർട്ടിയിൽ പങ്കെടുത്തത്. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. കൂട്ടത്തിൽ ഒരാളുടെ പിതാവ് മരിച്ചതിൻ്റെ ചടങ്ങ് നടക്കുകയാണെന്ന് കേട്ട് പോലീസ് തിരിച്ചുപോയി. പിന്നീട് സംഭവം വിവാദമായതോടെയാണ് പോലീസ് ഗുണ്ടാത്തലവനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തതും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതും. കഴിഞ്ഞ 8 വർഷത്തിനിടെ 212 ഗുണ്ടാ ആക്രമണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 32 പേർ കൊല്ലപ്പെടുകയും 226 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു.